വളരെ കൃത്യമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ഇതിലൊരു ഭൂതകാലമുണ്ട്, ഒരു ഭാവി കാലമുണ്ട്. വർത്തമാനകാലത്തിന് പ്രസക്തിയില്ല, കാരണം ഇപ്പോൾ ഗവൺമെൻറ് ഇല്ലല്ലോ. ഭൂതകാലം എന്ന് പറഞ്ഞാൽ രണ്ട് ഗവൺമെൻറ്റുകളുടെ കാലഘട്ടത്തിൽ നമുക്ക് താരതമ്യം ചെയ്യണം. രണ്ടല്ല, പിറകോട്ട് ഒരുപാട് ഗവൺമെൻറ്റുകളുണ്ട്. അതിൽ രണ്ട് ഗവൺമെൻറ് കാലം നമുക്ക് താരതമ്യം ചെയ്യാം. ഇനി വരാൻ പോകുന്ന ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ട കാര്യവും, KR മീര എന്ന സാഹിത്യകാരി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. KR മീര ഇട്ടിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത്, അവർ ഏതോ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് ചെന്ന് ഒരു പരാതി പറഞ്ഞപ്പോൾ ഒരു പിതാവിൻ്റെ ഒരു പിതാവ് കേൾക്കുന്ന ആ ഒരു കൗതുകത്തോടും സ്നേഹത്തോടും കാരുണ്യത്തോടും കരുണയോടും കൂടി പിണറായി വിജയൻ അത് കേൾക്കുകയും അതിന് പരിഹാരമുണ്ടാക്കി തരികയും ചെയ്തു. മിനിറ്റുകൾക്കുള്ളിൽ 10 മിനിറ്റ് സമയം KR മീരയ്ക്ക് അനുവദിച്ചു എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ട KR മീര, ആരെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ അയച്ചു തരണേ എന്നാണ് നിങ്ങളുടെ നമ്പർ എൻ്റെ കൈവശമില്ല. ആരെങ്കിലും ഈ വീഡിയോ KR മീരയ്ക്ക് അയച്ചു കൊടുക്കണേ എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. KR മീര അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. സെക്രട്ടേറിയറ്റിൻ്റെ ചുവരുകൾ പലതും സംസാരിക്കും. മീരാജി, പിണറായി വിജയൻ്റെ ഒന്നാം ഗവൺമെൻറ് വന്നതിന് ശേഷവും 10 വർഷത്തെ ഗവൺമെൻറ്റിന് ശേഷം ഹൈ സെക്യൂരിറ്റി സംവിധാനമുണ്ടാക്കി. അത് അകത്തും പുറത്തും ഗേറ്റിലുമൊക്കെ, എല്ലാ ഗേറ്റുകളിലും, സെക്രട്ടേറിയറ്റിൻ്റെ പുറത്ത്, സെക്രട്ടേറിയറ്റിനകത്തുള്ള റോഡിൽ, സെക്രട്ടേറിയറ്റിന് മുഖ്യമന്ത്രിയുടെ ക്യാബിനിൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പുറത്തൊക്കെ വളരെ വലിയ റെസ്ട്രിക്ഷനാണ് ഏർപ്പെടുത്തിയത്. ഞാൻ ഒരു ദിവസം സെക്രട്ടേറിയറ്റിൽ ഒരു ആവശ്യത്തിന് ചെന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ക്യാബിൻ്റെ അടുത്തുള്ള ലിഫ്റ്റ് താഴോട്ട് പോയിരിക്കുന്നത് കൊണ്ട് രാജീവ് മന്ത്രി മുഖ്യമന്ത്രിയെ കണ്ടിട്ടാന്ന് തോന്നുന്നു, മുഖ്യമന്ത്രി ആരെയൊക്കെ ഒന്ന് കണ്ടിട്ട് ലിഫ്റ്റ് കിട്ടാത്തതുകൊണ്ട് അങ്ങേയറ്റം അടുത്ത എൻഡിലുള്ള ലിഫ്റ്റിൽ കയറാനായിട്ട് പോവുകയാണ്. ആ ലിഫ്റ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ കുറച്ച് ദൂരമുണ്ട്, 10-30 മീറ്റർ ദൂരമുണ്ട്. അതിനകത്തൂടെ തന്നെയാണ് CMൻ്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആ ബ്ലോക്ക് തന്നെയാണ്. നടന്ന് അവിടെ ചെല്ലുമ്പോൾ സെക്യൂരിറ്റിക്കാരൻ പറയുന്നുണ്ട്, ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ലിഫ്റ്റ് ഓപ്പറേറ്റർ പറയുന്നുണ്ട്, സാർ ഇത് പിടിച്ചിട്ടിരിക്കുകയാണ് CMന് വേണ്ടി, അതുകൊണ്ട് സാർ അപ്പുറത്തേൽ തന്നെ പോകണമെന്ന് പറഞ്ഞ് വീണ്ടും രാജീവ് തിരിച്ച് നടന്ന് ഇപ്പുറത്തേൽ കയറിപ്പോയി. ഞാനപ്പോൾ ഈ സെക്യൂരിറ്റിക്കാരനോട് ചോദിച്ചു, ഇത് എത്ര സമയമായി പിടിച്ചിട്ടിരിക്കുന്നത്? 2.5 മണിക്കൂറായി പിടിച്ചിട്ടിരിക്കുകയാണ്. CM ഇപ്പോൾ ഇറങ്ങും എന്ന് പറഞ്ഞതുകൊണ്ട് കഴിഞ്ഞ് 2-2.5 മണിക്കൂറായിട്ട് ഇത് പിടിച്ചിട്ടിരിക്കുകയാണ്. CM അവിടെ ഫയലുകളൊക്കെ നോക്കി മറ്റെന്തോ കാര്യമായിട്ടൊക്കെ ഇരിക്കുക. ഇതാണ് വ്യത്യാസം. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ലിഫ്റ്റിൽ 10 പേർ കയറാമെങ്കിൽ പുറത്ത് 4 പേര് നിൽക്കുകയാണെങ്കിൽ 4 പേരെ കൂടെ പിടിച്ച് കയറ്റിക്കൊണ്ട് പോകും. 24 മണിക്കൂറും സെക്രട്ടേറിയറ്റ് പ്രവർത്തിച്ചിരുന്നത് KR മീരാജി മറന്നു പോകരുത്. ഒരു വള്ളം ആളുകളാണ്. KR മീരയെ പോലുള്ള സെലിബ്രിറ്റികൾക്കും IASകാർക്കും സിനിമാ നടന്മാർക്കും മുതലാളിമാർക്കും കോർപ്പറേറ്റിൻ്റെ ടോപ്പിലുള്ള ആളുകൾക്കും സീനിയർ IASകാർക്കും അടക്കമുള്ള വലിയ വലിയ ആളുകൾക്ക് CMനെ കാണാനും കാരുണ്യം പറയാനും കേൾക്കാനും ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ 10 വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ അവിടെ പോയി എനിക്കൊരു പരാതി കൊടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കളെ ഞാൻ ഈ വീഡിയോ തന്നെ വിഡ്രായി. എത്ര പേരാണ് VS അച്യുതാനന്ദൻ്റെയും നയനാരുടെയും കരുണാകരൻ്റെയും, വളരെ കർക്കശക്കാരനായ കരുണാകരൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും കാലത്ത് ആയിരക്കണക്കിന് പേരാണ് നിവേദനവുമായി മുഖ്യമന്ത്രി ഓഫീസിൽ ചെല്ലുന്നത്. ഒരു റെസ്ട്രിക്ഷനും ഇല്ലായിരുന്നു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് IB സതീഷ് MLAയും വിൻസെൻ്റ് MLAയും കൂടി ടൈം എടുത്തതിന് ശേഷം മുഖ്യമന്ത്രി കാണാൻ പറ്റും. ടൈം എടുത്തേ കാണാൻ പറ്റുള്ളൂ മുഖ്യമന്ത്രി. MLA ആണെങ്കിൽ സമയമെടുത്തേ മുഖ്യമന്ത്രി കാണാൻ പറ്റുള്ളായിരുന്നു. അങ്ങനെ സമയമെടുത്ത് മുഖ്യമന്ത്രിയെ കാണാൻ പോയി. അത് വലിയ വാർത്തയാണ് അന്ന് മാതൃഭൂമിയിലൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രഹസ്യമില്ല. IB സതീഷും വിൻസെൻറ്റും അവിടെ എത്തുന്ന, അവർ രണ്ടും ഒന്നിച്ചല്ല, യാദൃശ്യമായി അവിടെ എത്തുന്നു. അവർ സംസാരിച്ച് പുറത്തിറങ്ങിയതിന് ശേഷം IB സതീഷ് CMൻ്റെ ക്യാബിനിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഒരു കാര്യം CMനോട് പറയാൻ വിട്ടുപോയെന്ന് പറഞ്ഞ് അകത്ത് കയറുമ്പോൾ CM ചൂടാവുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇപ്പോൾ രണ്ടാമത് കയറി? ഞങ്ങളിവിടെ ഇരിക്കുന്നത് സിനിമ കാണാനല്ല, ഞങ്ങളുടെ ഫയൽ നോക്കാനാണെന്നൊക്കെ പറഞ്ഞ് ഒന്നും കൂടി അപ്പോയിൻമെൻ്റ് എടുക്കണം എന്നുള്ള നിലയിൽ സംസാരിച്ചു. എത്ര മോശമാണ്! അങ്ങനെ മനുഷ്യരെ കേൾക്കുന്നതിൽ, മനുഷ്യരെ കൈകാര്യം ചെയ്യുന്നതിൽ, മീരമാരെ കൈകാര്യം ചെയ്യും, മീരമാരെ കേൾക്കും, ഒരു തർക്കമില്ല.
പക്ഷെ സാധാരണ മനുഷ്യരെ കേൾക്കുന്നതിൽ, സാധാരണ മനുഷ്യരെ അറിയുന്നതിൽ പിണറായി വിജയൻ പരാജയമായിരുന്നു മേഡം. അവരുടെ മുഖ്യമന്ത്രി ഓഫീസിൽ ഒരു ബാലികേറ മലയായിരുന്നു, രാവണൻ കോട്ടയായിരുന്നു. ഇത് ഞാൻ മാത്രമല്ല പറയുന്നത്. നിങ്ങൾ ഏഷ്യാനെറ്റിൻ്റെ വിനു വി ജോൻ്റെ ഒരു ന്യൂസ് അവർ പ്രോഗ്രാം കൂടി കേൾക്കുന്ന നന്നായിരിക്കും. ഈ ഗവൺമെൻറ് ആദ്യം ചെയ്യേണ്ടത് രാവണൻ കോട്ട മാറ്റി അതൊരു മനുഷ്യൻ്റെ മനസ്സ് കേൾക്കുന്ന ഒരു ഇടമാക്കി സെക്രട്ടേറിയറ്റിനെ മാറ്റണം. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വലിയ സന്നാഹങ്ങളെയൊക്കെ പിൻവലിച്ച്, മുഖ്യമന്ത്രിയൊന്നും ആരും ചെയ്തില്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയെ ആളുകൾക്ക് ഉപദ്രവിക്കണം. ഇപ്പോഴും ഉപദ്രവിക്കാമല്ലോ. ഇപ്പോൾ ഇസഡ് കാറ്റഗറിയൊന്നും അല്ലല്ലോ. ഇപ്പോൾ സാധാരണ ആളായിട്ടല്ലേ ജീവിക്കുന്നത്, സാധാരണ മുഖ്യമന്ത്രി അല്ലല്ലോ. അതുകൊണ്ട് ഇവിടെ ഇസഡ് കാറ്റഗറി പരിപാടികളൊന്നുമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു രാവണൻ കോട്ടയായി പോയി. ആ രാവണൻ കോട്ടയിലേക്ക്, ആ ഹനുമാൻ കോട്ടയിലേക്ക്, ആ ഒരു ഹിമാലയൻ കോട്ടയിലേക്ക് മീരമാർക്ക് കയറാൻ പറ്റും, വേറെ ആർക്കും കയറാൻ പറ്റില്ല മീരാജി. അതുകൊണ്ട് നിങ്ങൾ തള്ളുമ്പോൾ കുറച്ച് മയത്തിന് തള്ളണം. തള്ളിമറിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് തള്ളിമറിക്കണം. അനുഭവസ്ഥരായിട്ടുള്ള സാധാരണ ജനങ്ങൾക്ക് CM അപ്രോച്ചബിൾ ആയിരുന്നില്ല, ആക്സസ് ഉണ്ടായിരുന്നില്ല. ഇനി CMൻ്റെ ഓഫീസിൽ ആരെങ്കിലും സ്റ്റാഫിനെ കാണണമെങ്കിലും പരിചയമില്ലാത്തവരാരെങ്കിലും ചെന്നാൽ അവർ കടത്തിവിടില്ല. അവർ അകത്ത് പോയി ഗൺമാൻ പറയും, ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയും, അങ്ങനെ കടത്തിവിടൂ എന്ന് പറഞ്ഞാലേ കടത്തിവിടുള്ളൂ. CM മാത്രമല്ല, CMൻ്റെ ഓഫീസും ഇതൊക്കെ പഠിക്കുകയായിരുന്നു. വളരെ വളരെ മോശമായിരുന്നു അവരുടെ സമീപനങ്ങൾ. അതുകൊണ്ട് കൂടി തന്നെയാണ് ജനങ്ങൾ കൈവച്ചത്. ജനങ്ങൾ വെറുതെ ജാതി മതവും ന്യൂനപക്ഷവും ഒന്നും നോക്കിയിട്ടല്ല വോട്ട് ചെയ്തത്. ഇതെല്ലാം ഈ രാജ്യത്ത് പ്രതിഫലിച്ചു തെരഞ്ഞെടുപ്പിൽ. തീർച്ചയായിട്ടും മീരാജി, താങ്കൾ ചെയ്തത് ഒരു കാര്യമില്ല. താങ്കളെപ്പോലുള്ള സെലിബ്രിറ്റികളും സിനിമാ നടികളും എഴുത്തുകാരൊക്കെ ചെല്ലുമ്പോൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. പക്ഷേ ഇവിടുത്തെ ജനകോടികളായ സാധാരണ ജനങ്ങളുടെ രാവണൻ കോട്ടയായിരുന്നു സെക്രട്ടേറിയറ്റ്. അത് പൊളിച്ച് എഴുതണം എന്നാണ് പുതിയ മുഖ്യമന്ത്രിയോടുള്ള അഭ്യർത്ഥന.